പുതിയ പ്രസിഡന്റ് വന്നിരിക്കുകയാണ് അതെ. എങ്ങനെയാണ് അതിന് നോക്കുന്നത്? അതിനകത്ത് തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, ഞാൻ ആ പാർട്ടിയിലുണ്ടായിരുന്ന ആളാണല്ലോ. കെ സുധാകരൻ എന്ന് പറയുന്നത് ശക്തനായിട്ടുള്ളൊരു നേതാവ് തന്നെയായിരുന്നു. ഇഷ്ടം വയ്ക്കാൻ ഇപ്പോൾ ഒരാളെയും ഉണ്ടായിരുന്നു, പക്ഷെ അവരെയൊക്കെ തള്ളിക്കളഞ്ഞ് എന്തുകൊണ്ട് പിന്നെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ കഴിവുകൾ തെളിയിക്കട്ടെ. നമുക്കിപ്പോൾ അതിലൊന്നും പറയാനില്ല, പക്ഷെ കാത്തിരുന്ന് കാണാം. കെ മുരളീധരൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രസ്താവന വന്നത് ഫോട്ടോയിലെങ്കിലും കണ്ടാൽ തിരിച്ചറിയുന്ന ഒരാൾ വേണം. അല്ല, അത് ശരിയാ അദ്ദേഹം പറഞ്ഞ. കാരണം എന്നോട് തന്നെ മലബാറിലുള്ള കുറേ ആളുകൾ വിളിച്ചു, ആരാ ആ ചേച്ചി ഇങ്ങോര് ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ ഞങ്ങളെന്ന്. ആ ഭാഗത്ത് ഞങ്ങളവിടെ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും അറിയാത്തൊരാൾ വരുന്നതിനെ പറ്റി പറഞ്ഞത് വളരെ ശരിയാണെന്ന് എനിക്ക് തോന്നി. അത് എനിക്ക് അനുഭവം, എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ. അദ്ദേഹം നല്ല കഴിവുള്ള KPC പ്രസിഡന്റിനെ തെളിയിച്ചതാണല്ലോ, പിന്നെ ഇത് തെളിയിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് അവരൊക്കെ മാറ്റി നിർത്തി, സീനിയർ നേതാക്കന്മാരെല്ലാവരും മാറ്റി നിർത്തി? ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ എന്താ മുല്ലപ്പള്ളി രാമചന്ദ്രനുണ്ട്, പിന്നെ അങ്ങനെ വളരെ സീനിയർ ആയിട്ടില്ല, ഇവരൊക്കെ മാറ്റി നിർത്തിയിട്ട് എന്താണ് ഇവരിൽ കണ്ട പ്രത്യേകത എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സഭ കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ തീരുമാനിച്ചു തുടങ്ങിയതാണോ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, അവർ പറഞ്ഞിട്ടില്ല എന്നല്ലേ പറയുന്നത്. അവരങ്ങനെ പ്രത്യേകിച്ച് ഒരാളെയും ഇവരങ്ങനെ തീരുമാനിച്ചതായിരിക്കാം എന്ന് എനിക്ക് തോന്നണേ. കാരണം കുറച്ച് കാലങ്ങളായി ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറിനെ പോലെയോ അല്ലെങ്കിൽ AK ആൻ്റണി സാറിനെ പോലെയുള്ള നേതാക്കളൊന്നും ഇപ്പോൾ ഇല്ല. KV തോമസ് എല്ലാവരും പോയല്ലോ. അപ്പോൾ ഒരു ക്രിസ്ത്യൻ പ്രാതിനിധ്യം വേണമെന്ന് ഇവർക്ക് തോന്നിയോണ്ടാണ്. പക്ഷെ ഇപ്പോൾ ജനങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കണ കാലമൊക്കെ മാറി എന്നുള്ളവർ അവരിപ്പോഴും പഴയ കാലത്തിൽ നിൽക്കുക, പുതിയത് അവർ കണ്ടു തുടങ്ങിയിട്ടില്ല.